സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് നമ്മൾ കോഴിക്കോട് സ്കൂളിൽ ഇടിമിന്നലേറ്റ് കുറച്ച് കുട്ടികൾ മരണപ്പെട്ടത്. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ മരണപ്പെടുന്നതും അല്ലെങ്കിൽ നാശനഷ്ടമൊക്കെ സംഭവിക്കുന്നത് ഈ പ്രകൃതി ദുരന്തങ്ങളിലൂടെയാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നാശനഷ്ടവും മരണവും സംഭവിക്കുന്നത് ഒന്നായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇടിമിന്നലിലൂടെയാണ്. അപ്പോ ഈ ഇടിമിന്നലിനെ തടഞ്ഞു നിർത്താനൊന്നും നമുക്ക് ആർക്കും പറ്റില്ല. പക്ഷെ ആ ഇടിമിന്നലിൽ നിന്ന് ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകള്, അതുപോലെ തന്നെ തരണം ചെയ്യാനൊക്കെ ചില മാർഗങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ പൊതുവായി നമ്മുടെ നാട്ടുകാർക്കോ അല്ലെങ്കിൽ നാട്ടിലുള്ള ആളുകൾക്കോ ഇതിനെ കുറിച്ച് വലിയ ബോധ്യമില്ല. അപ്പൊ അതിനെ കുറിച്ചുള്ള ബോധ്യം പെടുത്താനും കൂടിയാണ് ഈ വീഡിയോ. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാനും അതിനെ കുറിച്ച് പറയാനൊക്കെ നമ്മളോടൊപ്പം ചേരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ കമ്പനികളിൽ ഒന്നായിട്ടുള്ള ഡെന്നിന്റെ റീജിയണൽ ഹെഡ് ആയിട്ടുള്ള മിസ്റ്റർ മനു മുകുന്ദനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അപ്പൊ മനു മുകുന്ദനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി. മനു സാറേ, നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്നത് ഇടിമിന്നലിലൂടെയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ജീവനും സമ്പത്തിനൊക്കെ നാശനഷ്ടം സംഭവിക്കുന്നതും ഇതിലൂടെയാണെന്ന് പറഞ്ഞു. അപ്പോ ഇത് തടയുന്നതിന് വേണ്ടി മുൻകരുതലൊക്കെ, ഇതിനു വേണ്ടിയിട്ടുള്ള മുൻകരുതൽ എന്തുകൊണ്ടൊക്കെയാണെന്ന് പറയാൻ സാധിക്കും? പ്രധാനമായിട്ടും നമ്മൾ ഇതിനെ നോക്കിക്കാണേണ്ടത് രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, മനുഷ്യന്റെ ജീവനുള്ള സംരക്ഷണം. രണ്ട്, മനുഷ്യന്റെ സ്വത്തിനും മറ്റു സാമഗ്രികൾക്കുള്ള സംരക്ഷണം. അപ്പൊ അതിൽ ജീവനുള്ള സംരക്ഷണം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എവിടെ വെച്ചാണ് മനുഷ്യന്മാര് കൊല്ലപ്പെടുന്നത്, ഇടിമിന്നലിൽ കൊല്ലപ്പെടുന്നത് എന്നുള്ളതെന്ന് പരിശോധിച്ചു കഴിഞ്ഞാല് കൂടുതലും പുറത്ത്, അതായത് ഒരു വീടിനോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനോ പുറത്ത് വെച്ചിട്ട് പൊതു ഇടങ്ങളിൽ അവിടെയൊക്കെയാണ് ആളുകൾ കൂടുതലും മരിക്കുന്നത്. ഇത് തന്നെയാണ് ആദ്യം ഒഴിവാക്കേണ്ടത്. ഇടിമിന്നൽ ഉള്ള സമയങ്ങളിൽ അല്ലെങ്കിൽ ഇടിമിന്നലിനുള്ള സാധ്യതകളുള്ള സമയങ്ങളിൽ പരമാവധി നമ്മൾ പുറത്തു പോകാതിരിക്കുക. ഏറ്റവും കൂടുതൽ ഒന്നെങ്കിൽ ഇടിമിന്നൽ രക്ഷാചാലകങ്ങളുള്ള ഒരു വീടിനകത്തോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിനകത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിനകത്തിരിക്കുന്നതാണ് ഇതിന് ഏറ്റവും സേഫർ ആയിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, മരങ്ങളിൽ നിന്ന് അകലം പാലിക്കുക. ഇപ്പോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് പ്രകാരം ഒരു മരമാണെങ്കിൽ മരത്തിൽ നിന്ന് ചുരുങ്ങിയത് ഒരു 10 മീറ്റർ എങ്കിലും അകലം ഒരു വ്യക്തി പാലിക്കേണ്ടതുണ്ട്. അപ്പോ സാധാരണ നമ്മൾ ഈ ഇടിമിന്നലിന്റെ സമയത്തൊക്കെ നമ്മൾ കാണുന്ന മഴ കാരണം നമ്മളെല്ലാവരും മരത്തിന്റെ അടിയിലൊക്കെ പോയി നിൽക്കും. അത് ഒഴിവാക്കുക. മരങ്ങളിൽ നിന്ന് 10 മീറ്റർ എങ്കിലും ദൂരം പാലിക്കണം. അതുപോലെ തന്നെ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള മറ്റ് സാധനങ്ങൾ, അതിപ്പോ ടെലികോമിന്റെ പോസ്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് ആയിരിക്കാം, ഇങ്ങനത്തെ ഇരുമ്പിന്റെ വസ്തുക്കളിൽ നിന്ന് 3 മീറ്റർ എങ്കിലും അകലം നമ്മൾ പാലിക്കണം. പിന്നെ ഈ സമയങ്ങളിൽ വയലുകൾ പോലുള്ള തുറസായ സ്ഥലങ്ങളിൽ നമ്മൾ എത്തിപ്പെടാതിരിക്കുക, അവിടെ വർക്ക് ചെയ്യാതിരിക്കുക. അവിടെ നമ്മളായിരിക്കും ഏറ്റവും ഉയരം കൂടിയ ഒരു വ്യക്തി. അത് ഒഴിവാക്കുക. നീന്താനും കുളത്തിൽ കുളിക്കാനും ഒക്കെ ഈ സമയങ്ങളിൽ ഒഴിവാക്കുക. ഇതാണ് പ്രധാനമായിട്ടും നമുക്ക് ജീവൻ രക്ഷിക്കാൻ വേണ്ടി, അതായത് പുറത്ത് ഇടിമിന്നലിൽ അകപ്പെടാതിരിക്കാനുള്ള അവസ്ഥ ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യുന്നത്. അപ്പൊ ഒരു ചെറിയ സംശയമുണ്ട്. അതായത് ഇപ്പൊ നമ്മള് ഒരു തുറസായ സ്ഥലത്ത് ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയും അല്ലെങ്കിൽ പണി ചെയ്തുകൊണ്ടിരിക്കുകയും, അപ്പൊ ആ സമയത്തായിരിക്കും ഇടിമിന്നൽ, ശക്തമായിട്ടുള്ള ഇടിമിന്നലൊക്കെ ഉണ്ടായിരിക്കുന്നത് വിചാരിക്കുക. അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് കയറി പോകാൻ പറ്റുന്ന സംവിധാനം ഉണ്ടായിരിക്കില്ല. അപ്പൊ ആ സമയത്ത് നമുക്ക് സുരക്ഷിതമായി ഇരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മുൻകരുതൽ എടുക്കാൻ പറ്റും? ഇതിനകത്ത് നമുക്ക് തൊട്ടടുത്ത് നമുക്ക് രക്ഷ നേടാനുള്ള ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു വീടോ അങ്ങനത്തെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ ആ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത കുറയ്ക്കുക എന്നുള്ളതാണ്. അതിന് നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ചെറുതാവുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചെറുതാവുക എങ്ങനെയാ? ആദ്യം നമ്മൾ ഇരിക്കുക, നിൽക്കരുത്, ഇരിക്കുക. അത് ഇരുന്നുകൊണ്ട് നമ്മൾ നമ്മുടെ കൈകളും കാലുകളും ഒതുക്കി ചെറിയ എത്രത്തോളം നമ്മളെ സ്വയം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കാൻ പറ്റുക എന്നുള്ളത് മാത്രമാണ് ഇതിന് എടുക്കാൻ പറ്റുന്ന ഒരു മുൻകരുതൽ. അതായത് ഉയരം കൂടുതലുള്ള സാധനത്തിന് വിളിക്കായിരിക്കും ആദ്യം സാധനം അടിക്കുക, അതാണ് അതിന്റെ തിയറി. ഉയരം കൂടുതലുള്ള ഒരു വസ്തുവിലേക്കായിരിക്കും ഇടിമിന്നല് അടിക്കാനുള്ള സാധ്യത കൂടുതൽ. എപ്പോഴും അവിടെ തന്നെ അടിച്ചോളുന്നില്ല. അപ്പൊ നമ്മൾ ആ സാധ്യത കുറയ്ക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ വിഷയം എനിക്ക് ക്ലിയർ ആയി, ഇവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ സാറിന്റെ നമ്മള് പറഞ്ഞ വിഷയങ്ങൾ കണ്ടിന്യൂ ചെയ്തു പോകും. അപ്പൊ നമ്മള് പറഞ്ഞു നിർത്തിയത് വ്യക്തികളുടെ ജീവൻ സംരക്ഷിക്കുന്നതിനെ കുറിച്ചാണ്. നമ്മള് ബിൽഡിങ്ങുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പൊ ബിൽഡിങ്ങുകളിൽ തന്നെ നമുക്ക് എല്ലാ ബിൽഡിങ്ങുകളും ഒരുപോലെയല്ല. ഓരോ ബിൽഡിങ്ങുകളുടെയും അപ്ലിക്കേഷൻ വ്യത്യസ്തമായിരിക്കും. താങ്കളുടെ വീട് അതൊരു 2 or 3 അല്ലെങ്കിൽ ഏറെ കൂടുതൽ 5 പേര് താമസിക്കുന്ന ഒരു ഇതായിരിക്കും അല്ലെ. അതേസമയം ഇപ്പൊ ഒരു ഹോസ്പിറ്റല്, അവിടെ നമുക്ക് എന്താണ് ഒരുപാട് ആളുകളുണ്ട്.
അവിടെ എണീറ്റ് പെട്ടെന്ന് ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ എണീറ്റ് ഓടാൻ പറ്റുന്ന ആളുകളൊന്നല്ലല്ലോ ഉള്ളത്. ICUലും അല്ലാതൊക്കെ ഒരുപാട് ആളുകൾ കിടക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഒരു സ്കൂളാവാം, അല്ലെങ്കിൽ ഒരു ഓഫീസ് ബിൽഡിംഗ് ആയിരിക്കാം. ഈ ഓരോ ബിൽഡിങ്ങുകൾക്കും നമ്മൾ ഇടിമിന്നലിൽ നിന്ന് രക്ഷ നേടേണ്ടത് വ്യത്യസ്ത തരങ്ങളിലായിരിക്കും. അപ്പൊ അത് നമ്മൾ തീരുമാനിക്കുന്നത് റിസ്ക് അസസ്മെന്റ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സിലൂടെയാണ്. അതില് പൊതു ഇടങ്ങൾക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. പൊതു ഇടങ്ങൾ പരമാവധി നമ്മൾ ഇടിമിന്നലിൽ നിന്ന് രക്ഷിച്ച് നിർത്താൻ നോക്കണം. അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ബിൽഡിംഗ് എന്ന് പറഞ്ഞ ഈ ചട്ടക്കൂടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടിമിന്നൽ രക്ഷാചാലകങ്ങളാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കോപ്പർ കൊണ്ടോ അലുമിനിയം കൊണ്ടോ സ്റ്റീൽ കൊണ്ടോ നമ്മൾ ഒരു ഇടിമിന്നലിനെ ഒഴുകി പോകാൻ വേണ്ടി ഒരു എളുപ്പമുള്ള ഒരു പാത നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ ഉപകരണങ്ങളാണ്. ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഭയങ്കര സാധാരണയായിട്ട് അറിയുന്നതായിരിക്കും, ഇടിമിന്നൽ വന്നു കഴിഞ്ഞാൽ വീട്ടിലെ ഫ്രിഡ്ജ് അടിച്ചു പോയി, TV അടിച്ചു പോയി, പണ്ട് കാലത്ത് ഓർമ്മ ഉണ്ടോ എന്നറിയില്ല, BSNL ഫോൺ അടിച്ചു പോയി. ഇതെല്ലാം വളരെ സാധാരണയായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ ഈ നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ TV അല്ലെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജ്, ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ വളരെ കോമൺ ആണ്. ഇലക്ട്രിക്കൽ ഉപകരണങ്ങളെല്ലാം അടിച്ചു പോകുന്നത് കോമൺ ആണ് അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസുകൾ, ഇക്വി പൊട്ടൻഷ്യൽ ബോണ്ടിങ് എന്നൊക്കെ പറയുന്ന ഒരു ഉപകരണങ്ങളാണ്. അത് മിക്കവാറും നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കുന്നതോടുകൂടി തന്നെ പരമാവധി നമുക്കൊരു ബിൽഡിങ്ങിനെ, അപ്പോൾ നമുക്ക് റിസ്ക് മൊത്തം ഒഴിവാക്കാൻ പറ്റുന്നില്ല, പക്ഷെ ഒരു വലിയ സിംഹഭാഗം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പൊ മനസ്സിലായ ഒരു സംശയം കൂടി ഉണ്ട്. നമ്മളെ വീട്ടിലൊക്കെ ഈ ഇടിമിന്നൽ സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോഴൊക്കെ നമ്മളെ വീട്ടുകാരൊക്കെ ചീത്ത പറയും, അല്ലെങ്കിൽ ഫോണൊക്കെ വാങ്ങിച്ചു വെക്കും. അപ്പൊ ഈ ഇടിമിന്നൽ ഏൽക്കുമ്പോഴും ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഈ അപകടം ഉണ്ടാകും എന്നുള്ള സാധനം എത്രത്തോളം സത്യമുണ്ട്? ഇപ്പൊ നമ്മള് ഫോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന BSNL ഒക്കെ ലാൻഡ് ലൈനുകൾ ഓർമ്മയുണ്ടോ? അപ്പൊ അതിനകത്ത് നമുക്കൊരു കോപ്പറിന്റെ ഒരു വയറാണ് ഉണ്ടാവുക. ആ വയറിലൂടെ ഒക്കെ ഇടിമിന്നലിന്റെ വൈദ്യുതി വന്നിട്ട് നമുക്ക് വൈദ്യുതാഘാതം ഏൽക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് നമ്മളൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ ഫോണാണ്. അത് നമ്മൾ ചാർജിങ്ങിന് വേണ്ടി കുത്തിയിട്ടിട്ടില്ല എന്ന് വിചാരിക്കുക. നമ്മളത് ഹാൻഡ് ഫ്രീ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരു വീടിനകത്ത് അത് ഉപയോഗിക്കുന്നുണ്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ല. അതൊക്കെ ഒരു തെറ്റിദ്ധാരണ പുറത്ത് വരുന്നതാണ്. പിന്നെ പുറത്ത് ഉപയോഗിക്കുമ്പോൾ ധാരാളം ആളുകൾ ചിലപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ മരിച്ചിട്ടൊക്കെ ഉണ്ടാവാം. പക്ഷെ അതിന് നമ്മളത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, തുറസായ സ്ഥലത്ത് നമ്മൾ ഏറ്റവും ഉയരം കൂടി ഒരു ഭാഗമാവരുത്. പിന്നെ അത് കൂടാതെ സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ, ടച്ച് പൊട്ടൻഷ്യൽ, അങ്ങനെ പറഞ്ഞ മറ്റു കുറച്ച് സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്കിപ്പോ പറയേണ്ടതല്ല. പക്ഷെ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതല്ല അവിടെയും ഈ മരണത്തിന് കാരണം, മറ്റു കാരണങ്ങളാണ് അതിന് ആ മരണത്തിന് കാരണമാകുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. അപ്പൊ ഇത് ശ്രദ്ധിച്ചോട്ടെ, ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. എന്ന് കരുതി നിങ്ങള് ഇടിമിന്നൽ കേൾക്കുമ്പോഴും മഴക്കാലത്തൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗിക്കണം എന്നല്ല നമ്മൾ പറഞ്ഞു വരുന്നത്. നമുക്ക് കാലങ്ങളായിട്ട് നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഇടിമിന്നല് സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപകടം പറ്റുന്നത്. പക്ഷെ അതൊരു തെറ്റായ ധാരണയാണെന്ന് നമുക്ക് വ്യക്തമായി. പക്ഷെ ചാർജ് ചെയ്തുകൊണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ഇടിമിന്നൽ ഇല്ലെങ്കിലും നമുക്ക് അപകടം വിളിച്ചു വരുത്തും. അപ്പൊ അതുകൊണ്ട് അതും ശ്രദ്ധിക്കണോട്ടാ. അപ്പൊ ഒരു ചോദ്യം കൂടി നമ്മൾ ചോദിക്കുന്നത്, അതായത് ഇപ്പോ ഈ ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ വെച്ച് കഴിഞ്ഞാല് ഇടിമിന്നലിൽ വലിച്ചെടുക്കും എന്നുള്ളൊരു ധാരണ നമ്മുടെ പൊതുസമൂഹത്തിലുണ്ട്. അപ്പൊ എന്റെ വീടിന്റെ അടുത്തൊരു ബിൽഡിങ്ങില് ഈ സംഭവം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്റെ വീടിനോ അല്ലെങ്കിൽ എന്റെ തൊട്ടപ്പുറത്തെ വീടുകൾക്കോ എന്തെങ്കിലും നാശനഷ്ടം സംഭവിക്കൂ, അതിലെന്തെങ്കിലും സത്യം കാര്യങ്ങളുണ്ടോ? അത് ഈ ഇടിമിന്നൽ രക്ഷാചാലങ്ങളെ കുറിച്ച് ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണ സമൂഹത്തിലുള്ളത്. നമ്മൾ ഈ ഒരു ഇടിമിന്നൽ രക്ഷാചാലകം എന്ന് പറയുമ്പോൾ നമ്മളതിനൊരു കാന്തത്തിനെ പോലും ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ കാന്തത്തിന് പോലെ വലിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഭവം നല്ലത്. പിന്നെ നമ്മൾ കൂടുതലും ചിന്തിക്കേണ്ടത് ഒരു കുട പോലെ. ഇപ്പൊ നമ്മൾ മഴയത്ത് നനയാതിരിക്കാൻ വേണ്ടി നമ്മളൊരു കുട വെക്കുന്നല്ല. നമ്മൾ കുട വെച്ചുകൊണ്ട് മഴ വെള്ളത്തിനെ വലിച്ചെടുക്കാനൊന്നും പോകുന്നില്ല. നമ്മുടെ മേത്ത് വേണ്ടിയിരുന്ന വെള്ളത്തിനെ ഇത് വേറൊരു ഭാഗത്തിലൂടെ ഒഴുക്കി വിടുന്നു മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഇടിമിന്നൽ രക്ഷാചാലകം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ആ ബിൽഡിങ്ങിലോട്ട് വീഴാൻ സാധ്യതയുള്ള ഇടിമിന്നലിനെ വഴി തിരിച്ചു മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഇടിമിന്നൽ രക്ഷാചാലകം വെച്ചതുകൊണ്ട് കൂടുതൽ റിസ്ക് ഒന്നും ഉണ്ടാവുന്നില്ല. അവിടെ വീഴേണ്ടിയിരുന്ന ഇടിമിന്നൽ മാത്രമേ അവിടെ വീഴുന്നുള്ളൂ. അതായത് ബിൽഡിങ്ങിൽ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് വരുന്ന ഇടിമിന്നലിനെ വേറെ വഴിയിലേക്ക് തിരിച്ചുവിടുന്നു. അത്ര സേഫ് ആയിട്ടുള്ള ഒരു വഴിയിലൂടെ തിരിച്ചുവിട്ട് മറ്റു മനുഷ്യർക്കോ അതിന് ചുറ്റുള്ള ആളുകൾക്കോ അപകടമില്ലാത്ത രീതിയിൽ അതിനെ ഒഴിവാക്കി വിടുന്നു. നമ്മള് സംസാരിച്ചിരുന്ന വിഷയം അത് വലിയൊരു ടോപ്പിക്കാണ്. അത് ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റുന്ന ഒന്നല്ല. പക്ഷെ എങ്കിലും ഈ കുറച്ച് സമയത്തിനുള്ളിൽ കുറച്ചെങ്കിലും കാര്യങ്ങൾ നമുക്ക് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഈ വീഡിയോ ഉപകാരപ്രദമാവും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ ഇത്രയും നേരം നമ്മളോട് സഹകരിച്ച് ഇതിനെക്കുറിച്ച് അറിവുകൾ പങ്കിടാൻ ഇവിടെ എത്തിച്ചേർന്ന മനു സാറിനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നന്ദി പറഞ്ഞുകൊള്ളുകയാണ്.
അപ്പോൾ ഇനിയും ഇതേപോലെ വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കണം. ഇതിനും വലിയ സംശയങ്ങളൊക്കെ ആളുകൾക്ക് ഉണ്ട്. അതൊക്കെ തീർക്കാൻ നമുക്ക് ഒന്നും കൂടി കണ്ടുമുട്ടണം. തീർച്ചയായും നമ്മൾ ഇത്ര നേരം സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ്. അപ്പൊ ഈ ഒരു ഒറ്റ വീഡിയോയിൽ നമുക്ക് എല്ലാം കൂടി ഉൾപ്പെടുത്താൻ സാധിക്കില്ല. അപ്പൊ ഇതിന്റെ ബാക്കിയുള്ള വീഡിയോകൾ നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോ ചെയ്യാൻ സാഹചര്യം ഒരുക്കി തന്നിട്ടുള്ളത് ഡെന്നിന്റെ കേരളത്തിലെ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ള തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടെസ്ല കൺസൾട്ടിംഗ് എഞ്ചിനീയേഴ്സിന്റെ MD ആയിട്ടുള്ള നിഖിലാണ്. അപ്പൊ ഇടിമിന്നൽ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലെ ഇടിമിന്നൽ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള രക്ഷാകവചം തീർക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ഈ ടെസ്ല കൺസൾട്ടൻസിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അദ്ദേഹത്തിന്റെ നമ്പർ നമുക്ക് ഈ വീഡിയോയുടെ താഴത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നമുക്ക് ഗുഡ് ബൈ.